എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSCയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഡിസംബർ 30 വിജ്ഞാപനമാണ് വന്നത്. ഇതിലേക്ക് കാറ്റഗറി നമ്പർ 505 മുതൽ 567 വരെയുള്ള ജോബ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വകുപ്പുകളിലേക്ക് ജോലി അവസരമുണ്ട്. ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29 ആണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. കാറ്റഗറി നമ്പർ 505/2024 മുതലാണ് നോക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മെഡിക്കൽ ഓഫീസർ നേത്രയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ്. കാറ്റഗറി നമ്പർ 505/2024. അടുത്തത് അഗ്രികൾച്ചർ ഓഫീസർ. ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ്. കാറ്റഗറി നമ്പർ 506/2024. അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 507/2024. അടുത്തത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ആണ്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ്. കാറ്റഗറി നമ്പർ 508 ആൻഡ് 509/2024. അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കേരള സിവിൽ പോലീസിലേക്ക്. കാറ്റഗറി നമ്പർ 510 മുതൽ 512/2024 വരെയാണ്. അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 513/2024. അടുത്തത് ട്രേഡ്സ്മാൻ ആണ്. പോളിമർ ടെക്നോളജി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 514/2024. അടുത്ത പോസ്റ്റ് പാംഗർ ഇൻസ്ട്രക്ടർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 515/2024. അടുത്തത് സിവിൽ സബ് എഞ്ചിനീയർ ആണ്. പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കോയർഫെഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 516/2024. അടുത്തത് സിവിൽ സബ് എഞ്ചിനീയർ ആണ്. പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കോയർഫെഡിലേക്ക് തന്നെയാണ്. കാറ്റഗറി നമ്പർ 517/2024. അടുത്തത് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 518/2024. ഇനി UP സ്കൂൾ ടീച്ചറാണ്. തമിഴ് മീഡിയം ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 519/2024. അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 520/2024. അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. ഗ്രേഡ് 2 പാർട്ട് 1 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 521/2024. അടുത്തതും സെയിം തന്നെയാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. ഗ്രേഡ് 2 ബൈ ട്രാൻസ്ഫർ ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 522/2024. അടുത്ത പോസ്റ്റ് നേഴ്സ് ഗ്രേഡ് 2 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഹോമിയോപ്പതിയിലേക്കാണ്. കാറ്റഗറി നമ്പർ 523/2024. അടുത്ത പോസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് 1 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. കാറ്റഗറി നമ്പർ 524/2024. അടുത്തത് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് തന്നെയാണ്. കാറ്റഗറി നമ്പർ 525/2024. അടുത്തത് എയറോ മോഡലിംഗ് ഹെൽപ്പർ എക്സ് സർവീസ്മെൻ ഒള്ളിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് NCC ആണ്. കാറ്റഗറി നമ്പർ 526/2024. അടുത്തത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ്. ഈ തസ്തികയിലേക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. കാറ്റഗറി നമ്പർ 527/2024 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. സപ്ലൈകോയിലേക്കാണ് ജോലി വരുന്നത്. അടുത്ത പോസ്റ്റ് ക്യൂറേറ്റർ ആണ്. SC or ST കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിയോളജി ആണ്. കാറ്റഗറി നമ്പർ 528/2024. അടുത്തത് കൺസർവേഷൻ ഓഫീസർ ആണ്. SR for SC or ST ഒള്ളിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 529/2024. അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. SR for ST ഒള്ളിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് ആണ്. കാറ്റഗറി നമ്പർ 530/2024. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ആണ് നോക്കുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി വരുന്നുണ്ട്. വിശ്വകർമ്മ കാറ്റഗറിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 531/2024. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പാത്തോളജി ആണ്.
കാറ്റഗറി നമ്പർ 532/2024. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി ആണ്. കാറ്റഗറി നമ്പർ 533 ആൻഡ് 534/2024 ആണ്. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജി ആണ്. കാറ്റഗറി നമ്പർ 535/2024 ആണ്. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി ആണ്. കാറ്റഗറി നമ്പർ 536/2024. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി ആണ്. കാറ്റഗറി നമ്പർ 537/2024. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി ആണ്. കാറ്റഗറി നമ്പർ 538/2024. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജി ആണ്. കാറ്റഗറി നമ്പർ 539 ആൻഡ് 540/2024 ആണ്. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. കാറ്റഗറി നമ്പർ 541/2024 ആണ്. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഓങ്കോളജി ആണ്. കാറ്റഗറി നമ്പർ 542/2024 ആണ്. അടുത്ത പോസ്റ്റ് മെയ്റ്റ് മൈൻസ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് ആണ്. കാറ്റഗറി നമ്പർ 543/2024. അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ആണ്. കാറ്റഗറി നമ്പർ 544/2024. അടുത്തത് മാനേജർ ഗ്രേഡ് 2 ആണ്. സൊസൈറ്റി കാറ്റഗറി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 545/2024 ആണ്. അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കാറ്റഗറി നമ്പർ 546/2024 ആണ്. അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. LD ക്ലർക്കിൻ്റെ ആണ്. സൊസൈറ്റി കാറ്റഗറി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കോയർഫെഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 547/2024. അടുത്തത് ഫോർമൻ വുഡ് വർക്ക്ഷോപ്പിലേക്കാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സിഡ്കോയിലേക്കാണ്. കാറ്റഗറി നമ്പർ 548/2024. അടുത്തത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. NCA നോട്ടിഫിക്കേഷൻ ആണ്. വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി ഓർ കോർപ്പറേഷൻ ഓർ ബോർഡുകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. കാറ്റഗറി നമ്പർ 549/2024. അടുത്തത് ഹൈസ്കൂൾ ടീച്ചറാണ്. മാത്തമാറ്റിക്സ് മലയാളം മീഡിയം. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 550/2024, 551 മുതൽ 554/2024 വരെയുണ്ട്. അടുത്തത് LP സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 555 ആൻഡ് 556/2024 ആണ്. അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ്. കാറ്റഗറി നമ്പർ 557 മുതൽ 561/2024 വരെയാണ്. അടുത്ത പോസ്റ്റ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ്. NCA നോട്ടിഫിക്കേഷൻ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ്. കാറ്റഗറി നമ്പർ 562 ആൻഡ് 563/2024 ആണ്. അടുത്തത് ഫോറസ്റ്റ് ഡ്രൈവർ ആണ്. NCA നോട്ടിഫിക്കേഷൻ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. കാറ്റഗറി നമ്പർ 564 മുതൽ 566/2024 വരെയാണ്. അടുത്തത് ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട്. കാറ്റഗറി നമ്പർ 567/2024. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള PSC വഴി ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് കേരള PSC വഴി അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. ഈ ഓരോ ജോലിയുടെയും വിശദമായിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും PSCയുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിഫിക്കേഷൻ പറയാത്തതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓപ്പൺ ചെയ്ത് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോലിയെക്കുറിച്ചാണ് അറിയേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഓരോന്നും ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ ജോലിയുടെയും വിശദമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ കേരള PSC വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് keralapsc.gov.in ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 505/2024 മുതൽ 567/2024 വരെയാണ്. ഈ എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29 ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ തസ്തിക നോക്കി അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.